ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഇഡ്ഡലി, ദോശ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. ഏറ്റവും നല്ല ടേസ്റ്റി ആയ ഒരു സാധനമാണ്. അപ്പൊ അതിന് മെയിനായിട്ട് വേണ്ടത് ശങ്കരമ്പരണ്ട എന്ന് പറയും ഈ സാധനം. ഇതാണ് ചമ്മന്തിപ്പൊടിക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ്. ഇതുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റി. അപ്പൊ നമുക്ക് ഇത് വെച്ചൊന്ന് ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് ഇതിന്റെ ഈ തണ്ട് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതരിഞ്ഞ് നമ്മൾ മറ്റുള്ള തേങ്ങയും സാധനങ്ങളുടെ കൂടെ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താലോ. വളരെ ടേസ്റ്റ്. ഇത് ചെറുതായിരുന്നപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് പെട്ടെന്ന് വളരുന്ന സാധനമാണ്. ഇതിന്റെ ഒരു ഇങ്ങനത്തെ ഈ ജോയിന്റ് വരുന്ന ഈ സാധനം ഇങ്ങനെ മുറിച്ച് നമ്മൾ ഒരു ചെടിച്ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അതിൽ നിന്ന് കൊമ്പോന്ന് പെട്ടെന്ന് പടർന്നത്. അപ്പൊ നമ്മളൊരു വടി ഇങ്ങനെ എന്തെങ്കിലും കുത്തി കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു പൈപ്പ് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിലുണ്ട്, കാണാല്ലേ, ഈ പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മേളിലേക്ക് പടർന്നു കയറിയത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ വെച്ചൊന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കണേ. അപ്പൊ നമുക്ക് ഇത് വെച്ച് ചമ്മന്തിപ്പൊടി ഇടക്കിടക്ക് ഇങ്ങനെ തണ്ട് വന്നിട്ട് ഇടക്കൊരു ഇല ഉണ്ടാവും ഇതില്. അപ്പൊ നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ മൂത്ത് കിട്ടിയല്ല. ചട്ടി അടപ്പേ വെക്കാം. തീ കത്തിക്കാം. തീ കത്തിച്ച് ഈ ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായ സാധനങ്ങൾ ശങ്കരമ്പരണ്ട അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉലുവ, ഉഴുന്നുപരിപ്പ്, പീസ് പരിപ്പ്, മല്ലി, മുളക്, കൊല്ലമുളക് അതൊരു 10 എടുത്തിട്ടുണ്ട് ഞാൻ. കരിവേപ്പില ഒരു 5-8 തണ്ടെടുത്തിട്ടുണ്ട്. രണ്ടല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി ചുമന്നുള്ളി, കായപ്പൊടി, ഇത്ര സാധനം, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് ചമ്മന്തിപ്പൊടിക്ക് വേണ്ടത്. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിട്ട് കൊടുത്താലോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെള്ളം ഒന്ന് പറ്റിയിട്ട് വേണമായിരുന്നു ഒഴിക്കാൻ. ഈ ശങ്കരമ്പരണ്ട എന്ന് പറഞ്ഞാൽ ഈ തണ്ടിന് ജലാംശമാണ് കൂടുതൽ. അപ്പൊ അത് നന്നായിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിക്കാണ്ട് തന്നെ വെള്ളം ഒന്ന് വറ്റണം. വറ്റിയിട്ട് വേണം നമ്മൾ എണ്ണ ഒഴിക്കാൻ. എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ എണ്ണയോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയിലൊന്ന് മൂക്കണം നന്നായിട്ട്. അടുത്തായി തേങ്ങ, ഒരു മുറി തേങ്ങയാണ് നമ്മൾ ഇടുന്നത് ഇതിനകത്തോട്ട്. ഒരു മുറി തേങ്ങ ഇട്ട് തേങ്ങ ഒന്ന് വാടണം.
അടുത്തത് ഈ ഉള്ളി ഒന്നരിഞ്ഞിടണം. അത് കഴിഞ്ഞ് ഇഞ്ചി, ഇത്രയുള്ളൊരു ഇഞ്ചി കഷ്ണം. നമുക്കൊരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഉലുവ ഇടിയണേ. ഉലുവായിട്ട് ഉഴുന്നുപരിപ്പ്, പീസ് പരിപ്പ് ഒക്കെ ഇച്ചിരി കൂടുതൽ മൂക്കേണ്ടതാണ്. അതുകൊണ്ട് വെച്ച് ഇടിയണം അങ്ങോട്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക. അടുത്ത നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം. മല്ലിയും കൂടി ഇട്ടൊന്ന് മൂപ്പാകുമ്പോൾ നമുക്ക് ആ മുളക് ഇട്ട് കൊടുക്കാം. ഈ ചമ്മന്തിപ്പൊടി ഏറ്റവും ടേസ്റ്റിയായ ചമ്മന്തിപ്പൊടിയാണ്. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ സാധാ ചട്നി വേണമെന്നില്ല, ഇത് കൂട്ടി തന്നെ നന്നായിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ സാധനം. നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടി. അത് എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്നില്ലേ? മൂപ്പായി നന്നായിട്ട് ചുരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോരിയെടുത്താലോ. ഇത് ചൂടോടൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഇച്ചിരി തണുക്കാണ്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ പറ്റില്ല. മിക്സിയിട്ടാണ് ഇത്. നമ്മൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ജാറിനകത്തേക്ക് ഇടാം. ഈ മുളക് അങ്ങനെ തന്നെ കിടക്കുന്ന കാരണേ ജാറിലേക്ക് വീഴാനൊരു ഇച്ചിരി ബുദ്ധിമുട്ട്. നമ്മള് ലാസ്റ്റ് ഇടേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ ടേസ്റ്റിയായ ചമ്മന്തി നിങ്ങളും ഉണ്ടാക്കി നോക്കുക.